രാജ്യത്ത് അശാന്തി പടർത്താനുള്ള ടൂൾ കിറ്റുമായി കറങ്ങി നടക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുപിയിൽ നടക്കുന്ന ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ പിന്നിലെ സൂത്രധാരൻ രാഹുലാണ് എന്നാണ് കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗ് ആരോപണം ഉന്നയിക്കുന്നത്. രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ വിദേശ പത്രങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് രാഹുൽ ചില കാര്യങ്ങൾക്കായി തിരികൊളുത്തിവിടുന്നത്. എന്നാൽ ഈ ക്യാമ്പയിൻ യോഗിയുടെ പോലീസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും കലാപകാരികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് ചെയ്തത്. കഴിഞ്ഞ കുറച്ചധികം ദിവസമായി തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് യുപിയിൽ നടമാടുന്നത്. ഇതിനെ മുൻനിർത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. രാജ്യത്ത് നടക്കുന്ന ഐ ലവ് മുഹമ്മദ് വിവാദങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിൽ ഒരു ആഭ്യന്തര യുദ്ധ സമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുവെന്നും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ വിദേശ പത്രങ്ങളുമായി ഒത്തുകളിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. രാഹുൽ ഗാന്ധിയും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവുമാകട്ടെ സ്വജനപക്ഷപാതത്തിന്റെ ആളുകളാണ്. ഇവർ രണ്ടുപേരും വലിയ അച്ഛന്മാരുടെ മക്കളല്ല എങ്കിൽ ഒരുപക്ഷെ പ്രദേശത്തെ ജനങ്ങൾ പോലും അവരെ തിരിച്ചറിയുമായിരുന്നില്ല. രാഹുൽ ഗാന്ധി ഒരു അർബൻ നക്സലിനെ പോലെയാണ് പെരുമാറുന്നത്. രാഹുൽ ആകട്ടെ AIMIM മേധാവിയായ അസറുദ്ദീൻ ഒവൈസി, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റായ മെഹബൂബ മുഫ്തി തുടങ്ങിയ നേതാക്കൾ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും രാജ്യത്തെ ഒരു ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ലേയിൽ അടുത്തിടെ നടന്ന ഒരു ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പദ്ധതിയുടെ ഭാഗമാണ് ഇക്കാര്യങ്ങളെന്ന് ആരോപണം ഉന്നയിക്കുന്നത്. ഐ ലവ് മുഹമ്മദ് വിവാദം ഈ ശൃംഖലയുടെ ഭാഗമാണ് എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ലേ മുതൽ മണിപ്പൂർ വരെ രാഹുൽ ഗാന്ധി തീവെച്ച് അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകി വരുന്നു. കാരണം സാധാരണക്കാർ ഇപ്പോഴും രാഹുലിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജ്യത്തെക്കാൾ വിദേശ രാജ്യങ്ങളോടായിരിക്കാം കൂടുതൽ സ്നേഹമെന്ന് തോന്നിയതായിരിക്കാം പ്രശ്നമെന്നും അദ്ദേഹം ഇവിടെ പറയുന്നു. രാജ്യത്തെ അപമാനിക്കാൻ അദ്ദേഹം വിദേശ പത്രങ്ങളുമായി തന്നെ സഹകരിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഇവിടെ ആരോപണം ഉന്നയിക്കുന്നു. ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ പിന്നിലെ കലാപ സംഭവത്തിൽ ഇതുവരെ 21 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 38 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെയോ മറ്റ് അധികാരികളുടെയോ അനുവാദമില്ലാതെയായിരുന്നു മുസ്ലിം സംഘടനകൾ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളുടെയും വീഡിയോകളുടെയും അടിസ്ഥാനത്തിലാണ് കേസെടുത്തതും. അനധികൃതമായി ഘോഷയാത്ര നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുവെന്നതായിരുന്നു കേസ്. കുട്ടികളെ ഉൾപ്പെടെയായിരുന്നു ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.